സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ, അത് ഐഫോണോ ആൻഡ്രോയിഡോ ഏത് ഫോണും ആയിക്കോട്ടെ, യൂട്യൂബ് ഉപയോഗിക്കാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവരും ഒരു ദിവസമെങ്കിലും യൂട്യൂബ് നോക്കാതിരിക്കില്ല. എന്നാൽ യൂട്യൂബിലെ പ്രധാനപ്പെട്ട 5 കിടിലൻ ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ ഈ ടിപ്സുകൾ 2-3 കൂട്ടുകാർക്ക് അറിയാമായിരിക്കാം. ഇനി പൂർണ്ണമായും അറിയുമെന്ന് വിചാരിക്കട്ടെ. ഇതറിയാത്ത നിരവധി പേരുണ്ട്, അവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ടിപ്സ് നമ്പർ 1. എന്തൊരു സംശയമുണ്ടെങ്കിലും നമ്മൾ ആദ്യം സന്ദർശിക്കുക യൂട്യൂബാണ്. യൂട്യൂബിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും കിട്ടും. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വ്യൂസ് ഉള്ളതോ അല്ലെങ്കിൽ ഏറ്റവും വൈറലായിട്ടുള്ള വീഡിയോകളാവും നമുക്ക് ലഭിക്കുക. അതൊരു പക്ഷേ 2-3 വർഷം പഴക്കമുള്ളതായിരിക്കാം. പക്ഷേ ആ ഒരു പഴക്കമുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇപ്പോൾ ജാഫർ പൊന്നാനി എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. ജാഫർ പൊന്നാനി എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്തു. ഇവിടെ എൻ്റെ വീഡിയോ ഇവിടെ കാണുന്നുണ്ട്. 10 മാസം മുമ്പുള്ള വീഡിയോകൾ, കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. 9 മാസം 5K വ്യൂസ് ഉള്ള വീഡിയോകൾ, അങ്ങനെ പോയി ഇങ്ങനെയൊക്കെ വരും. അത് 9 മാസം 10 മാസം അല്ലെങ്കിൽ 2 വർഷമൊക്കെ പഴക്കമുള്ള വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വലതുവശത്ത് 3 ഡോട്ട് കാണും. ഏറ്റവും പുതിയ വീഡിയോ കിട്ടാനുള്ളതാണ് പറയുന്നത്. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എനി ടൈം എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും പുതിയത് ലാസ്റ്റ് ഹവേഴ്സിൽ വേണോ, ടുഡേയിൽ വേണമോ, ദിസ് വീക്കിൽ വേണമോ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ദിസ് വീക്കിലെ ഏറ്റവും പുതിയ വീഡിയോ ആയിരിക്കും കിട്ടുക. അപ്ലൈ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ 5 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ, 7 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ, 4 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ, ഈ 3 വീഡിയോകളാണ് 4-5 ദിവസം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വീഡിയോകളായിരിക്കും ലഭിക്കുക. ടിപ്സ് നമ്പർ 2. നമ്മൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ ഇതുപോലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഏത് ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് സൂം ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ സൂം ഔട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഏത് വീഡിയോയും നമുക്ക് സൂം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സീന് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ സൂം ചെയ്താൽ മതിയാവും. ടിപ്സ് നമ്പർ 3. സിനിമ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോർവേഡ് ചെയ്യണം. അതിനായിട്ട് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര സെക്കൻഡിലാണ് ഫോർവേഡ് ചെയ്ത് കാണേണ്ടത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിസർവും ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. നമുക്ക് കറക്റ്റ് സെക്കൻഡിൽ തന്നെ പിടിക്കാൻ സാധിക്കും. ടിപ്സ് നമ്പർ 4. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് സൂം ചെയ്യാൻ നമ്മളിങ്ങനെ ലാൻഡ്സ്കേപ്പ് ആക്കി കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ ചരിക്കെ പിടിക്കുകയൊക്കെ വേണ്ടി വരും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, വീഡിയോ ലാൻഡ്സ്കേപ്പ് മോഡിലായി. ഇനി പോർട്രേറ്റിലാക്കണമെങ്കിൽ താഴേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡിലായി, ലാൻഡ്സ്കേപ്പിലായി, പോർട്രേറ്റ് മോഡിലേക്കായി. വളരെ ഈസിയാണ്. കൈകൊണ്ട് മേലേക്കും താഴേക്കും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് മോഡിലേക്കും ലാൻഡ്സ്കേപ്പ് മോഡിലേക്കും വളരെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും. നമ്പർ 5. അടുത്തതായിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരനേക്ക് ഒരു സംഭവം അയച്ചു കൊടുക്കണം. അത് യൂട്യൂബ് വീഡിയോയുടെ ഒരു പ്രത്യേക ഭാഗം മുതലാണ് കാണേണ്ടത്. ഇപ്പം 30 സെക്കൻഡ് മുതലാണ് ആ ഒരു സീൻ ഉള്ളതെങ്കിൽ ആ 30 സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൂട്ടുകാർക്ക് ഇതുപോലെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇതുപോലെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലിങ്ക് വരും ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തതിന് ശേഷം ചെറിയ അക്ഷരം T അടിക്കുക. സ്മോൾ ലെറ്റർ T അടിച്ചതിന് ശേഷം നമുക്ക് ഈസ് ഈക്വൽ ടു അടിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു 18 സെക്കൻഡ് മുതലാണ് അവർ പ്ലേ ചെയ്ത് കാണേണ്ടതെങ്കിൽ ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ചെറിയ അക്ഷരം T ഈക്വൽ ടു 18 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവർ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 18 സെക്കൻഡ് കണ്ടില്ലേ, 18 സെക്കൻഡ് മുതലുമേ സ്റ്റാർട്ട് ആവുകയുള്ളൂ. യൂട്യൂബിലെ ഈ 5 ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. കിടിലൻ ടെക്നോളജി വീഡിയോയുമായി കാണാം. ബൈ.